ഹൃദയത്തിൻ്റെ ഡോക്ടർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ പറയാൻ പോകുന്നത് ഹൃദയത്തിൻ്റെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. ഒരു അമേരിക്കൻ മലയാളിയായ ഡോക്ടർ അജിത് നായർ, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണെന്നറിയുമോ? കൃത്രിമമായി ഹൃദയങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് വെച്ചു പിടിപ്പിക്കുക. അപ്പോൾ അങ്ങനെ കൃത്രിമ ഹൃദയങ്ങളിലൂടെ ആളുകൾ അവിടെ ജീവിക്കുന്നു. 3.5 പതിറ്റാണ്ടായി ഹൃദയവും ഹൃദയഭാഗങ്ങളും ഉണ്ടാക്കുന്ന ഒരു ബിൽഡറാണ് അജിത് നായർ, ഡോക്ടർ അജിത് നായർ. കോട്ടയം കടുത്തുരുത്തി സ്വദേശി ഡോക്ടർ അജിത് നായർ കഴിഞ്ഞ 34 വർഷമായി കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥിരതാമസം. അമേരിക്കയിലെ പ്രശസ്തമായ ആബട്ട് ലബോറട്ടറീസിൽ സ്ട്രക്ചറൽ ഹാർട്ട് വിഭാഗത്തിൽ സീനിയർ വൈസ് പ്രസിഡന്റും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമാണ് അജിത് നായർ. പ്രാഥമിക വിദ്യാഭ്യാസം കോട്ടയത്ത്, ശ്രീനഗർ NITയിൽ ഗ്രാജുവേഷൻ, ബയോമെറ്റീരിയൽ സയൻസിൽ IIT ഗോരഖ്പൂരിൽ നിന്ന് ബിരുദാനന്തര ബിരുദം. പിതാവിന്റെ അസുഖത്തിന് ചികിത്സിക്കാൻ തിരുവനന്തപുരം ശ്രീചിത്രയിൽ എത്തിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. അന്നവിടെ ബയോമെഡിക്കൽ ടെക്നോളജി വിങ്ങിന്റെ തലവനായിരുന്ന ഡോക്ടർ വല്യത്താനെ പരിചയപ്പെടാൻ സാധിച്ചു. മെഡിക്കൽ രംഗത്ത് എഞ്ചിനീയറിംഗിന് സ്കോപ്പുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ. ഹൃദയവാൽവ് പ്രോജക്റ്റിലടക്കം ചുരുങ്ങിയ കാലം ഡോക്ടർ വല്യത്താനു കീഴിൽ പ്രവർത്തിച്ചു. റിസർച്ചൊക്കെ ഏതാണ്ട് ഒരു കംപ്ലീഷനിലായ സമയത്താണ് എനിക്ക് ബോയ്സ് കാസ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ആ ഫെലോഷിപ്പ് കിട്ടുന്നത്. ആ ഫെലോഷിപ്പ് കിട്ടി ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് 1990-91 കാലഘട്ടത്തിലാണ്. അവിടെ പ്രശസ്തനായ പ്രൊഫസർ കോൾഫ് എന്ന് പറയുക, വില്യം ജെ കോൾഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. അദ്ദേഹമാണ് ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആദ്യമായിട്ട് ഇംപ്ലാന്റ് ചെയ്തത്, അത് ഡെവലപ്പ് ചെയ്തതും അദ്ദേഹമാണ്. അദ്ദേഹം മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്ന മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡയാലിസിസ് ആദ്യമായിട്ട് ട്രൈ ചെയ്തത് അദ്ദേഹമാണ്. ബ്ലഡ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ലങ് മെഷീൻ, ഈ ഓപ്പൺ ഹാർട്ട് സർജറി പോസിബിൾ ആയത് അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻ മൂലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി. എൻ്റെ PhD അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹാർട്ടിൻ്റെ ഒരു ബേസ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. 50കളിലാണ് അമേരിക്കയിൽ മനുഷ്യനിർമ്മിത ഹൃദയം സംബന്ധിച്ച ആലോചനകൾ ആരംഭിക്കുന്നത്. ആദ്യകാലത്തുണ്ടാക്കിയ ഹൃദയവും അതിന്റെ കൺസോളുമെല്ലാം വലുതായിരുന്നു. കാലക്രമേണ വലിപ്പം കുറയ്ക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നു. നീണ്ട കാലത്തെ ഗവേഷണങ്ങളുടെ പരിണാമമാണ് ഇന്നു കാണുന്ന ബാറ്ററി വലിപ്പം മാത്രമുള്ള മനുഷ്യനിർമ്മിത ഹൃദയം. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റ് ആണ്. അത് ഇമ്മീഡിയറ്റ് നീഡുള്ളവർക്ക് ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നാച്ചുറൽ ഹാർട്ട് വരുമ്പോൾ ഇത് മാറ്റി വെച്ച് നാച്ചുറൽ ഹാർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഹാർട്ട് മാത്രം ധരിച്ചുകൊണ്ട് 5 വർഷം വരെ ഇപ്പോഴും നടക്കുന്ന ആൾക്കാരുണ്ട്, 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ അതോറിറ്റി, അവരുടെ നോംസ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് നാച്ചുറൽ ഹാർട്ട് മാറ്റിവെക്കണമെന്നില്ല. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് യുവർ ആർട്ടിഫിഷ്യൽ ഹാർട്ട്, യു ക്യാൻ കീപ്പ് ഓൺ ഗോയിങ് ആസ് മച്ച്. ഹാർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന 15 മുതൽ 25 വർഷം വരെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹാർട്ടെല്ലാം 25 വർഷം പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ടിഷ്യൂ ഹാർട്ട് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ വന്നു കഴിഞ്ഞു, ജനറ്റിക്കലി ഡെവലപ്ഡ് ഹാർട്ട്. അപ്പം പേഷ്യൻ്റെ ഓൺ ടിഷ്യൂ വെച്ചാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റിജക്ഷൻ്റെ പ്രശ്നമൊന്നുമില്ല, അക്സെപ്റ്റൻസ് കൂടുതലുണ്ട്. നിങ്ങൾക്ക് വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഹാർട്ടാകുമ്പോൾ നിങ്ങൾക്ക് ചില മെഡിക്കേഷനൊക്കെ കഴിക്കേണ്ടി വരും. ജനറ്റിക്കലി ഡെവലപ്ഡ് ഹാർട്ടാകുമ്പോൾ ഇവൻച്വലി നിങ്ങൾക്ക് മെഡിസിൻ ഒന്നും വേണ്ട, സാധാരണ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാം. അമേരിക്കയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും സാധാരണമായി വരുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഇംപ്ലാന്റേഷൻ പക്ഷേ ഇന്ത്യയിൽ അപൂർവമാണ്. കേരളത്തിൽ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായത്, ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ ഇതിൻ്റെ ഒരു പയനിയറിങ് ഓർഗനൈസേഷനാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഇതുവരെ ഇംപ്ലാന്റ് ചെയ്തിട്ടില്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് തന്നെ ആളുകൾക്ക് ബോധവൽക്കരണം ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജോസ് പെരീപുറവും ഡോക്ടർ ബാലകൃഷ്ണനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു സാധാരണ നമ്മുടെ സാധാരണ ഒരു അസുഖത്തിന് ചികിത്സിക്കുന്ന പോലെ ഒരു പ്രക്രിയയായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അതായി കഴിഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, കോസ്റ്റ് ഒരു ഇഷ്യൂ ആണ്. കാരണം ഇത്രയും റിസർച്ച് നടത്തിയാണ് ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഇൻഷുറൻസ് കവറേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റിന് അഫോർഡ് ചെയ്യാം, നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡോക്ടർ വലിയത്താൻ്റെ ഇനിഷ്യേറ്റീവിൽ ഒരു മെഡിക്കൽ ഡിവൈസസ് ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ ശ്രമം നടന്നു. ഇപ്പോൾ ഒരു ചെറിയ ലെജിസ്ലേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റെൻറ്റിൻ്റെയൊക്കെ പ്രൈസ് കൺട്രോളൊക്കെ വന്നു കഴിഞ്ഞു. അങ്ങനെ ആ ലെജിസ്ലേഷനിൽ ഉൾപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഹാർട്ടിന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റിൽ ഇവിടെ അവൈലബിൾ ആക്കുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആൾക്കാർ. കാരണം നമ്മുടെ ഇവിടെ ഹാർട്ട് ഡിസീസ് ഒരുപാട് ഉണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായി വരികയാണ്. കാരണം പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മേക്ക് ഇറ്റ് ഇൻ ഇന്ത്യ, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഇത്. എന്ന് മാത്രമല്ല നമുക്ക് അതിനകത്ത് റോ മെറ്റീരിയൽസ് ഒന്നും ഒരുപാടൊന്നും പുറത്തുനിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ റോ മെറ്റീരിയലാണ്. അതിലൊരു പ്രധാന ഘടകം ആർട്ടിഫിഷ്യൽ ആർട്ട് ടൈറ്റാനിയമാണ്. അത് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പോളിമർ കാര്യങ്ങളും നമ്മൾ റോ മെറ്റീരിയലെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് ഒരു എഞ്ചിനീയറിംഗ് എഫേർട്ട് അതിനകത്ത് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഇവിടെ വളരെ നമുക്കെന്താ ലാഭകരമായിട്ടോ അല്ലെങ്കിൽ തന്നെ പ്രയോജനകരമായിട്ടോ നടത്താൻ സാധിക്കും. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ അന്താരാഷ്ട്ര അംഗീകാരമായ FBSc, 35ഓളം അന്താരാഷ്ട്ര പാറ്റന്റുകൾ, പ്രസിദ്ധീകരിക്കപ്പെട്ട നിരവധി ഗവേഷണങ്ങളും ഡോക്ടർ അജിത് നായരുടെ പേരിലുണ്ട്. ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ചില ലക്ഷ്യങ്ങളെപ്പറ്റിയും അദ്ദേഹം വാചാലനായി. ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യതയുള്ള ആൾക്കാരെ നേരത്തെ തിരിച്ചറിയാം നമുക്ക് ഇപ്പോൾ ഒരു പരിധിവരെ. അത് പുറത്തു വന്ന ആൾക്കാരല്ല, വോമ്പിനുള്ള കുട്ടികളുടെ വരെ നമുക്കറിയാം. ബ്ലഡ് ടെസ്റ്റ്, ചില സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ കോമൺ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോട് കൂടിയുള്ള കുട്ടികൾ ജനിക്കാതിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് ക്യൂർ ചെയ്തിട്ട് അവർ ഭൂമിയിലോട്ട് വരത്തുള്ളൂ. അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് ജനനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കണ്ടുപിടുത്തവും ഈ റിസർച്ചും യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ എത്തുന്നത് കാണാൻ പറ്റുക എന്നുള്ള ഒരു ഡ്രീമുണ്ട്. അപ്പം നമ്മൾ അത് ചിലപ്പോൾ എൻ്റെ ജനറേഷൻ നടന്നില്ലായിരിക്കും, പക്ഷേ അത് നടക്കും. പുതുതലമുറയോടും ചിലത് പറയാനുണ്ട്. യങ്സ്റ്റേഴ്സ് ഇതുപോലത്തെ റിസർച്ചിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിലോട്ട് വന്നു ചേരുകയും വേണം. ഇത് കരിയർ വൈസ് പിന്നെ മണി വൈസും നല്ല സ്കോപ്പുള്ള സംഗതിയാണ്. കാരണം നിങ്ങൾ എപ്പോഴും കട്ടിംഗ് എഡ്ജിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, യു ആർ സേവിങ് എ ലൈഫ്, യു ആർ വർക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ഡോക്ടേഴ്സ്. സോ നിങ്ങളൊരു ജീവൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. 24 തിരുവനന്തപുരം. ഡോക്ടർ അജിത് നായരാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ഹൃദയം ഉണ്ടാക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ്. അവയവങ്ങൾ കിട്ടാനില്ല. പല ആളുകളും ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൃത്രിമ ഹൃദയങ്ങൾ ഉണ്ടാക്കി വെച്ച് പിടിപ്പിക്കുക, അത് 25 കൊല്ലമൊക്കെ നിലനിൽക്കുമെങ്കിൽ അത് സംഭവം തന്നെയാണ്. എന്തായാലും ഡോക്ടർ അജിത് നായർ അദ്ദേഹത്തിൻ്റെ പര്യടനം തുടരട്ടെ. കേരളത്തിലും ഹൃദയങ്ങൾ മാറ്റിവെക്കാൻ വച്ചുപിടിപ്പിക്കാനുള്ള യത്നങ്ങളിൽ അദ്ദേഹം കൂടി പങ്കാളിയാകണം എന്നാണ് എനിക്ക് ഡോക്ടർ അജിത് നായരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്.